ഗൗരിയുടെ ശക്തി ഇല്ലാതായ ഒരു തടസ്സവും ഇല്ലാതെ ഞാൻ മഹിയേട്ടനെ വിവാഹം കഴിക്കും. ആ വിവാഹം കഴിഞ്ഞ അമ്മയാ ഇവിടുത്തെ മഹാറാണി. ഓഹ്, കൈലാസത്തിലെ ഹൈമവതി. ആ, അതങ്ങ് മനസ്സിൽ ഉറപ്പിച്ചോ. അപ്പോ ധൈര്യമൊക്കെ താനെ വരും. വന്നു, ധൈര്യം വന്നു. വാ, നമുക്ക് ആ കുട്ടിപ്പിശാചിന് 2 എണ്ണം കൊടുക്കാം. ഗൗരി തീർന്നോ അതോ ഉണ്ടോന്ന് ഇപ്പൊ തന്നെ അറിയാം. വാ മോളെ. ദേ ഇരിക്കുന്നു. നീ തുടങ്ങിക്കോ. അമ്മയ്ക്കെന്താ പേടിയാണോ? ഏയ്, പേടിയൊന്നുമില്ല. എന്നാലും അവളുടെ ഒരു പാവ. നീ ഗൗരിയുടെ സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ സമ്മതിക്കില്ല അല്ലേടി? ഇല്ല, സമ്മതിക്കില്ല. അതെനിക്കൊന്നും അറിയണം. നിന്റെ അമ്മയുടെ ഒന്നും ഇനി ഈ മുറിക്കകത്തെന്നല്ല, ഈ വീടിനകത്ത് തന്നെ ഉണ്ടാവില്ല. നീ നോക്കിക്കോ. അവളുടെ അമ്മ. ചെയ്യും. ഇവളെ ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടി തേക്കും. എന്നെ തടയാൻ നോക്കിയാ നീയും വാങ്ങും എന്റെ കയ്യിന്ന്. മാറി നിക്കടി അവിടുന്ന്. അമ്മയ്ക്കൊന്നും ചെയ്യാൻ വയ്യ മോളെ. ഇവരെന്നെ ബന്ധിച്ചിരിക്കുക. ഗൗരിയുടെ ശക്തിയൊക്കെ പോയെന്ന് തോന്നുന്നു. അത് ശരിക്കും ഒന്നുകൂടി ഉറപ്പിക്കണം. എന്റെ പ്ലാൻ എല്ലാം തകർത്തിട്ട് ഇപ്പൊ നിന്ന് കരയുന്നോടി. നിന്നെ ഞാൻ നീ ആരാടി എന്നെ തടയാൻ? കൈവിടടി. നീ എന്താടി കാണിച്ചേ? മാളുവിനെ തൊട്ടുപോരുത്. അത് പറയാൻ നീ ആരാ? മാളുവിനെ എന്തേലും ചെയ്താ എന്റെ സ്വഭാവം മാറും. ഞാൻ മഹേട്ടോടത് പറയും. എന്നെ എന്ത് ചെയ്താലും പറഞ്ഞാലും ഞാൻ സഹിച്ചെന്നിരിക്കും. പക്ഷേ ഈ കുഞ്ഞിനെ എന്തേലും ചെയ്യാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. നിനക്ക് ഞാൻ എല്ലാം കൂടി ചേർത്ത് തരുന്നുണ്ട്. നീ കരുതിയിരുന്നോ? നീ അധികം നെകളിക്കണ്ട ഗംഗേ. നീ അധികകാലം ഇവിടെ വാഴില്ല. നിന്നെ ഞങ്ങൾ വാഴിക്കില്ല.
മാളുവിന്റെ കാര്യത്തില് ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. എന്നെ അവര് പുറത്താക്കാൻ നോക്കും. ഞാൻ പോയാ മാളുവിന്റെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഭഗവാനെ, ശ്രീ മഹേശ്വര, കാത്തോളനെ, എന്റെ മാളുവിനെയും കാത്തോളനെ. മാളു, മോള് പേടിക്കണ്ട കേട്ടോ. അവര് മോളെ ഒന്നും ചെയ്യില്ല. ഞാൻ നോക്കിക്കോളാം. ആന്റി, ആന്റി ഞാൻ മടുത്തു. എന്താ ശ്രേയേ, എന്താ പ്രശ്നം? ആ ഗംഗ, അവളുടെ സ്വഭാവം എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ഉണ്ടായെന്ന് പറ. മാളുവിന് ഗംഗയോടാണ് കൂടുതൽ അടുപ്പം, ശരിയാണ്. പക്ഷേ മാളു എപ്പോഴും ഗംഗയുടെ കൂടെ നടന്ന മാളുവിന്റെ സ്വഭാവം ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. മാളുവിന് അമ്മയില്ലാത്ത കുഞ്ഞെന്നുള്ള പരിഗണനയിൽ എല്ലാരും കൂടെ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്ത് ലാളിച്ച് വഷളാക്കിയിട്ടുണ്ട്. അതിന്റേതായ പ്രശ്നങ്ങൾ മാളുവിന്റെ സ്വഭാവത്തിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, അതൊക്കെ കുറേശ്ശെ മാറ്റി മാളുവിനെ ഒരു നല്ല കുട്ടിയായിട്ട് കാണാനാ എന്റെ ആഗ്രഹം. ഞാൻ ശ്രമിക്കുന്നതും അതിനാ. പക്ഷെ ആ ഗംഗ എന്നെ അതിനൊന്നിനും സമ്മതിക്കുന്നില്ല. അതെന്താ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം. എനിക്ക് തോന്നുന്നത് മാളുവിനോട് ഞാൻ കൂടുതൽ അടുത്ത ഗംഗയുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നും നമ്മൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നും ഗംഗയ്ക്ക് നല്ല പേടിയുണ്ട്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ ഗംഗയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അതിന് ആദ്യത്തെ തടസ്സം മാളു തന്നെയാ. മാളുവിന്റെ ഒറ്റ സപ്പോർട്ടിലാ ഗംഗ ഇവിടെ നിൽക്കുന്നത്. അതവക്ക് അറിയാം. അതാണ് അവൾ എന്നെ അടുക്കാൻ സമ്മതിക്കാത്തത്. അതിന് ഞാൻ വഴിയുണ്ടാക്കാം. മഹി, ഗംഗ എപ്പോഴും മാളുവിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് അവളെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ പറ്റാത്തത്. പക്ഷേ അവളെ പതിയെ പതിയെ മാളുവിൽ നിന്ന് അകറ്റാൻ നമുക്ക് പറ്റും. അതെങ്ങനെ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗംഗേ, ഗംഗേ, ദാ വരുന്നു. ഗംഗ മാളുവിന്റെ അടുത്തായിരുന്നോ? അതെ, ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ. ഗംഗയ്ക്ക് അറിയാലോ? അറിയാം. കല്യാണത്തിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാരും കൂടി ചെയ്താലും ആ ജോലികളെല്ലാം തീരില്ല. നീ 24 മണിക്കൂറും മാളുവിന്റെ മുറി കയറി കഥകടിച്ചിരിക്കാതെ ഇവിടെ എല്ലാവരെയും ഒന്ന് സഹായിക്കണം. കല്യാണവുമായി ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യണം. ഞാൻ ചെയ്യാം. പിന്നെ ശ്രേയയുടെ കാര്യങ്ങൾ നോക്കണം. ഞാൻ നോക്കിക്കോളാം. എന്താ ഞാൻ ചെയ്യേണ്ടെന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാ മതി. അതൊക്കെ പറഞ്ഞോളാം. ശരി, വയ്ക്കോ. പോരെ? മതി, ഇനി ഞാൻ നോക്കിക്കോളാം. ഭവാനെ, ശ്രീ മഹേശ്വര, ശ്രീ മഹേശ്വര, ശ്രീ മഹേശ്വര, ശ്രീ മഹേശ്വര, ശ്രീ മഹേശ്വര. സോറി രാഹുലേട്ടാ, എന്നോട് ആരെങ്കിലും സൂക്ഷിച്ചോന്ന് പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് അപ്പ പോവും.
എന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്ക് സാധിക്കുമെന്നറിയില്ല. പക്ഷേ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചേ മതിയാവും. നീ അല്ലാതൊരു സ്ത്രീയെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് സാധിക്കില്ല ഗൗരി. അതെന്നേക്കാൾ കൂടുതൽ നിനക്കറിയാമല്ലോ. പക്ഷേ നമ്മുടെ മോൾക്ക് വേണ്ടി എനിക്ക് ശ്രേയെ വിവാഹം കഴിക്കണം. ഇന്ന് നീ ഞങ്ങളോടൊപ്പമില്ല. ഒരു പെൺകുട്ടിയായ മാളുവിന്റെ കാര്യങ്ങള് ഞാൻ നോക്കുന്നതിൽ പരിമിതികളില്ലേ ഗൗരി? അരുത് മഹിയേട്ട, ഈ വിവാഹം നമ്മുടെ മോക്കും മഹിയേട്ടനും ദോഷം മാത്രമേ ചെയ്യൂ. എനിക്കറിയാം, നീയും അതുതന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്റെയും മാളുവിന്റെയും നന്മ മാത്രമേ നീ ആഗ്രഹിക്കൂ. അതെ മഹിയേട്ട, പക്ഷെ ഈ വിവാഹം നമ്മുടെ മോളെ രക്ഷിക്കാനല്ല, അതിന് പിന്മാറണം. എന്റെ മുന്നിൽ നമ്മുടെ മാളു മാത്രമേ ഉള്ളൂ. ഒരമ്മ നഷ്ടപ്പെട്ടാൽ എത്രമാത്രം വേദന ഉണ്ടാവുമെന്ന് എനിക്ക് നേരിട്ടറിയാം. എന്റെ ആ വിഷമം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മാറ്റം ഉണ്ടായത് വീണ്ടും അമ്മ വന്നതിന് ശേഷമാണ്. അതുപോലെ നമ്മുടെ മോൾക്ക് ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടണം. അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ശ്രേയാവുമ്പോ നമ്മുടെ മാളുവിനെ ചെറുപ്പം മുതൽ അറിയാവുന്നതുകൊണ്ട് പൊന്നുപോലെ നോക്കും. ഇല്ല മഹിയേട്ട, അവള് നമ്മുടെ കുഞ്ഞിനെ വേദനിപ്പിക്കും. മനസ്സിലൊരായിരം സംശയങ്ങളും വേദനയുമാണ്. ആരോടും ഒന്നും തുറന്ന് സംസാരിക്കാൻ പോലും എനിക്കാവുന്നില്ല. ഒറ്റയ്ക്ക് ഉരുകാനേ ആവുന്നുള്ളൂ. എല്ലാം മതിയാക്കി നിന്റെ അടുത്തേക്ക് വരാൻ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മോളെ ഓർക്കുമ്പോ അതും സാധിക്കുന്നില്ല. മഹിയേട്ട, അരുത്, ഇങ്ങനൊന്നും ചിന്തിക്കരുത്. എന്റെ മഹിയേട്ടൻ സന്തോഷായിട്ടിരിക്കണം. പക്ഷെ ഈ വിവാഹം ആ സന്തോഷം ഇല്ലാതാക്കുകയുള്ളൂ. നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മഹി, മോൻ കരയായിരുന്നോ? ഞാൻ വെറുതെ. എനിക്കറിയാം മോനെ നിന്റെ സങ്കടം. മോനെ, ഗൗരിയെ കുറിച്ച് ഓർത്തല്ലേ നീ വിഷമിക്കുന്നത്? പക്ഷേ നിന്റെ ഗൗരി ഇപ്പൊ സന്തോഷിക്കായിരിക്കും. അതെനിക്കറിയാം. നീ ഗൗരി സ്നേഹിക്കുന്ന അത്രയും ശ്രേയെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അവളെ അവഗണിക്കരുത് മഹി. ഇല്ലമ്മ, പക്ഷേ എനിക്കറിയാം അതിന് കുറെ സമയം നിനക്ക് വേണം. പക്ഷേ ശ്രേയ നിന്നെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച പെൺകുട്ടിയാ. നീ ഗൗരി വിവാഹം കഴിച്ചപ്പോ തന്റെ ആഗ്രഹം ഉള്ളിലൊതുക്കി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ചവളവള്. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് അമ്മ ശ്രേയ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഞാൻ സമ്മതിച്ചത്. നിന്റെയും കുഞ്ഞിന്റെയും നന്മയെ കരുതിയ അമ്മ അത് ആവശ്യപ്പെട്ടത്. കാരണം ശ്രേയ അത്രയ്ക്കും മാളുവിനെ സ്നേഹിക്കുന്നുണ്ട്. അതിലുപരി നിന്നെ. മോനെ, വിവാഹത്തിന്റെ കാര്യത്തിൽ നീ എന്ത് പറഞ്ഞാലും വിഷമത്തോടെയാണെങ്കിലും അവളതനുസരിക്കും. അറിയാലോ മോനെ, ഹൈമാവതിക്കും ശ്രേയയ്ക്കും ഈ വിവാഹം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതുകൊണ്ടാ അവരത് ആർഭാടായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അമ്മേ, ആർഭാടമായൊരു വിവാഹത്തോടൊന്നും എനിക്ക് പൊരുത്തപ്പെടാനാവില്ല. അത് ശരിയായിരിക്കാം. പക്ഷേ നീ ഒന്നും ഓർക്കണം, നമ്മുടെ മാളു, അവളെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്.
അവൾ ജനിച്ച നാൾ മുതൽ അവളുടെ ഓരോ വളർച്ചയിലും നീ ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നില്ലേ? അവൾക്ക് വിവാഹപ്രായമായാൽ രാജകുമാരിയെ പോലെ വിവാഹം കഴിച്ചു വിടാനല്ലേ നീയും ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെയല്ലേ എല്ലാ മാതാപിതാക്കളും. അച്ഛനില്ലാതെയായിട്ടും ശ്രേയെ വളർത്തി ഇത്രയും വരെയാക്കിയ ഹൈമാവതിക്ക് കാണില്ലേ അതുപോലെ മകളുടെ വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങള്? അത് നമ്മൾ കാണാതെ പോവാൻ പാടില്ല. എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എല്ലാം. ഇനിയും ഞാനായിട്ട് ഒന്നും തീർക്കില്ല. എനിക്കറിയാം എന്റെ മോന് മറ്റുള്ളവരുടെ മനസ്സും വേദനയും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എന്റെ മക്കളെക്കാൾ ഞാൻ സ്നേഹിച്ചതും ലാളിച്ചതും നിന്നെയാ. അതുകൊണ്ട് തന്നെയാ നിന്റെ നന്മയെ കരുതി ഞാൻ നിന്നോട് ഓരോന്ന് നിർബന്ധിക്കുന്നത്. നടക്കാൻ പോകുന്നത് എന്റെ മകന്റെ വിവാഹമാണ്. അത് ഏറ്റവും ആർഭാടമായി തന്നെ നടത്തും. എനിക്ക് ഈ അമ്മയെ കിട്ടിയതുപോലെ എന്റെ മാളുവിന് ഒരു അമ്മ വേണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. അതിനുവേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്. മഹിയേട്ടൻ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. ശ്രേയും ഹൈമവതി ആന്റിയും വേറെന്തൊക്കെയോ ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് തടയാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. എന്താ എന്റെ ശ്രീ മഹേശ്വര ഞാൻ ചെയ്യാ? മാളുവിനും മഹിയേട്ടനും ദോഷം വരുന്നതൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല. ഭഗവാനെ, എല്ലാ കാര്യങ്ങളും മഹിയേട്ടനെ അറിയിക്കുന്നത് തന്നെയാ നല്ലത്. പിന്നെ എന്ത് വേണമെന്ന് മഹിയേട്ടൻ തന്നെ തീരുമാനിച്ചോളൂ. അതെ, അത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ ഞാനിത് മഹിയേട്ടനോടും മാളുവിനോടും ചെയ്യുന്ന ചതിയായി പോവും. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിരുന്നുണ്ട് നേരത്തെ. ഇല്ല, ഇത് തന്നെ അവസരം. ഇനി വൈകിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ കാര്യങ്ങൾ മഹിയേട്ടനെ അറിയിക്കണം. മഹിയേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ ഗംഗേ? എനിക്ക് മഹിയേട്ടനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, എന്താ കാര്യം? അത് പിന്നെ മഹിയേട്ടാ, ഗംഗേ, നീ ഇവിടെ നിൽക്കുകയാണോ ഗംഗേ? ഞാൻ എവിടേക്ക് നോക്കി? അത് പിന്നെ ഞാൻ ഗംഗ എന്നോടൊന്ന് പറയാൻ വന്നതാ. അതെന്താ മഹിയോട് പറയാൻ നിനക്കിത്ര രഹസ്യം? എന്താ ഗംഗേ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒന്നുമില്ല മഹിയേട്ടാ. അതെന്താ പറയാൻ വന്നത് മറന്നുപോയോ? അതോ ഞാൻ വന്നോണ്ടാണോ? അയ്യോ, അതൊന്നും അല്ല. പിന്നെ എന്തിനാ മടിക്കുന്നത്? പറഞ്ഞോ. അത് ഞാൻ പിന്നെ പറഞ്ഞോളാം മഹിയേട്ടാ. ശരി. അതെന്താടി നിനക്ക് മഹിയോട് മാത്രമായി ഒരു രഹസ്യം? അത് ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാ മഹി. അതുകൊണ്ടേ അവനോട് പോയി കൂടുതൽ രഹസ്യം പറച്ചിലൊന്നും വേണ്ട. വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. എന്താടി ആലോചിക്കുന്നേ?
ഞാനൊന്നും ആലോചിച്ചതല്ല. അങ്ങനെ ആയാ നിനക്ക് കൊള്ളാം. കൂടുതൽ സ്വപ്നം കാണാൻ നിൽക്കാതെ വന്ന് പണിയെടുക്ക്.